ഹലോ. അപ്പോൾ നമ്മളിന്ന് കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ശർക്കര ആദ്യമായിട്ട് ഉരുക്കണം. നമുക്ക് ശർക്കര എടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെക്കാം. അപ്പോൾ നമുക്കിത് ഉരുക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ശർക്കര ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിച്ചിട്ട് ഒരു കപ്പിലേക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ ഇതിൽ കല്ലുണ്ടാവും. അപ്പോൾ കല്ലില്ലാണ്ടിരിക്കാൻ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ അരിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വട്ടക്കേക്കിന് ശർക്കരപ്പാനി വയ്ക്കാം. ഇതൊക്കെ ഒഴിക്കണമെന്നില്ല, മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആ വട്ടക കഴുകിയിട്ട് അതിൽ അടിയിൽ കല്ലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അരിച്ചിട്ട് വട്ടക കഴുകിയിട്ട് അയക്കണം ഒഴിച്ച് വെച്ചിട്ടോ. ഞാൻ ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുക കേട്ടോ. കുറച്ച് അരിപ്പൊടി മതി. ഇത് അതിൽ വെച്ച് കുറുകും. അത് കാരണം കുറച്ച് അരിപ്പൊടി മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം ഈ അരിപ്പൊടി. അപ്പോൾ നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം കേട്ടോ. അപ്പത്തിനൊക്കെ കലക്കുന്ന പോലെ കലക്കിയെടുക്കാം. നമുക്കിതൊക്കെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ലൂസാക്കി കലക്കിയെടുക്കണം കേട്ടോ. നമ്മളിത് ലൂസായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ശർക്കരപ്പാനിക്ക് ഒഴിക്കാം. അപ്പം അത് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ അടുപ്പത്ത് ചൂടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിതൊക്കെ കലക്കി വെച്ച പൊടി കലക്കി വയ്ക്കുക കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ കുറുകും. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. പൊടിയായതുകൊണ്ട് അരിപ്പൊടി കലക്കി ഒഴിച്ചത് കാരണം കൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കുക, അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് ജീരകവും ചെറിയ ജീരകവും ഏലക്കായും കൂടി കുത്തി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കറി ഇതേ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ശർക്കര വെള്ളം വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി പോകും കേട്ടോ. ഇനി അഥവാ കുറുകി പോയാൽ തന്നെ ഇത്തിരി ചൂടുവെള്ളമോ ഒക്കെ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടുണ്ടായില്ല, അതും കൂടി ചേർക്കാം കുറച്ച് കേട്ടോ. ഇത്തിരി മധുരം കുറവ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് ശർക്കരപ്പാനി ചേർക്കാം. അപ്പോൾ ഇത്തിരി കൂടി ജ്യൂസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ കമൻറ്റ് ചെയ്യണം. കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ലോണം തേങ്ങ വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ലൂസായിട്ടിരിക്കണം, അപ്പോഴേ കുടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനി തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കുറുകിപ്പോവും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. ഇനി ഇത് ചൂടാറിയിട്ട് തീ ഓഫാക്കിട്ടോ. ചൂടാറിയിട്ട് നമുക്കെടുത്ത് കുടിക്കാം. അപ്പോൾ ഇത് ഇവിടെ തേങ്ങാച്ചോറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉമ്മയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.